അത് തുടക്കത്തിൽ അക്കീൽ ഹുസൈനെ ടാർഗറ്റ് ചെയ്ത് ആണ് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം പവർ പ്ലേക്ക് ശേഷം ബോളിംഗ് ചേഞ്ച് വന്നപ്പോൾ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അതൊരു പ്രധാന ഘടകമാണ് ക്രിക്കറ്റിൽ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ചേസിങ്ങിൽ. ചേസിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ധോണി, നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. കോഹ്ലിയുടെ ഇന്നിങ്സ് ഒക്കെ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനം സ്ട്രൈക്ക് റൊട്ടേഷനാണ് നമ്മൾ മിഡിൽ ഓവറുകളിൽ. അപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇന്ത്യൻ്റെ ചേസിങ്ങിലെ റിസൾട്ട്. പിന്നെ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതിസന്ധി സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല. സഞ്ജു അവിടെ ഗ്രീസിലുള്ള സമയത്ത് റൺസ് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഓരോ സമയത്തും ഷൈ ഹോപ്സ് ബോളർമാരെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമായിട്ട് സഞ്ജു അവിടെ റൺസ് കണ്ടെത്തുന്നുണ്ട്. ഈ റിക്വയർഡ് റൺ റേറ്റ് 12 മുകളിലേക്കൊന്നും ഒരു ഘട്ടത്തിലും പോയതായിട്ട് തോന്നുന്നില്ല. കാരണം 10, 11 തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ആ റൺസ് ചേസ് ചെയ്യാനൊക്കെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ കൂടുതലും പറയേണ്ടത് ഫോറുകളാണ്. ഗ്യാപ്പ് എവിടെ കണ്ടെത്തിയാലും അവിടേക്ക് സഞ്ജു റൺസ് ഫോർ അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 6 വലിയ ഹിറ്റിന് സഞ്ജു അധികം ശ്രമിച്ചിട്ടില്ല. അതൊരു പ്രധാന ഘടകമാണ്. വലിയ ഷോട്ടിന് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ക്യാച്ച് ഔട്ടായി വരുന്നത്, വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഇന്നിങ്സ് സഞ്ജു അവിടെ നിന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് അത്ര ഒരു കോൺഫിഡൻസ് ആയിട്ട് കളിക്കാൻ കഴിഞ്ഞത്. പിന്നെ വരാനുള്ളതൊക്കെ ഹിറ്റർമാരാണ്. ദുബ ആണെങ്കിലും ഹാർദിക് ആണെങ്കിലും ഒരു ആങ്കർ റോൾ കൈകാര്യം ചെയ്യാൻ സൂര്യകുമാറിന് ശേഷം പിന്നെ തിലക് വർമ്മ ഔട്ടായതിനു ശേഷം ഇന്ത്യക്ക് സഞ്ജു അവിടെ ഗ്രീസിൽ നിന്നത് ഒരു വിജയത്തിലേക്ക് ഒരു അടിത്തറ പാകുന്നതിലൊരു പ്രധാന ഘടകമാണ്.